കഴിഞ്ഞ 28 വർഷക്കാലമായി മലയാള ടെലിവിഷൻ രംഗത്താണ് ഏറ്റവും കൂടുതൽ പരിപാടികൾ ചെയ്തിട്ടുള്ളത്. പല മേഖലയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. PRO ആയിട്ടാണ് തുടങ്ങിയത്. സിനിമാ മംഗളം പോലുള്ള ഒരുപാട് പ്രസിദ്ധീകരണങ്ങളിൽ എഴുതിയാണ് എൻ്റെ കരിയർ ആരംഭിച്ചത്. അതിനുശേഷം പ്രൊഡക്ഷൻ രംഗത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊഡ്യൂസറായിട്ടുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും അസോസിയേറ്റ് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സീരിയൽ രംഗത്ത് വന്നതിന് ശേഷം ഒരു ഗ്യാപ്പിട്ട് ഞാൻ പിന്നെ ചാനലുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കൈരളി TV കുറെ വർഷങ്ങളുണ്ടായിരുന്നു, സൂര്യ TV ഉണ്ടായിരുന്നു, സിയുടെ ഷോസുകൾ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ പല പല ചാനലുകളിലും വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ചിലപ്പോൾ പെൺകുട്ടി എന്ന് പറഞ്ഞ സിനിമ ആദ്യമായിട്ട് തിയേറ്ററിൽ വരുന്നൊരു സിനിമ ചെയ്തത്. അതിനുശേഷം OTTക്ക് വേണ്ടി കഴിഞ്ഞ കോവിഡ് കാലത്ത് കരുനാഗപ്പള്ളി നാടകശാല കൂട്ടായ്മ നാടക സഖ്യം 100-100ഓളം ആ സമയത്ത് നാടകങ്ങളില്ലാതെ സ്റ്റേജ് പരിപാടികളില്ലാതെ വിഷമിച്ചിരിക്കുന്നവരെ സഹായിക്കാനായിട്ട് ഞങ്ങളൊരു OTT മൂവി ചെയ്തു. അത് യാദൃശ്ചികമായിട്ട് അതെനിക്ക് സംവിധാനം ചെയ്യാൻ ഭാഗ്യമുണ്ടായി. അതന്ന് എനിക്ക് തോന്നുന്നു നാടകശാലയുടെ ഒരു ചെറിയ ഒരു ക്യാൻവാസിൽ ഒരുക്കിയ സിനിമ ആയതുകൊണ്ട് തന്നെ അതിന്റെ സംവിധായകൻ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്ന തലേ ദിവസം സെറ്റപ്പ് ശരിയല്ല, അല്ലെങ്കിൽ സംവിധാനങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പിണങ്ങിപ്പോയി. ആ തലേ ദിവസം രാത്രിയാണ് കൃഷ്ണൻകുട്ടി സാർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ നാടക കലാകാരെല്ലാം കൂടെ കൂടി ഒരു ചെറിയ ചിത്രം ഒരുക്കുന്നു, അത് നാടക കലാകാരെ സഹായിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അത് എന്റെ അസോസിയേറ്റിനെ വിളിച്ചിട്ടാണ് സാർ വിളിച്ചത്. സാറിന്റെ അസോസിയേറ്റ് ആരെങ്കിലും ഒന്ന് വിട്ട് ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാനും അന്ന് ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറ് ഞാൻ തന്നെ വന്നത് ചെയ്തു തരാം. ആ ഒരു തുടക്കം ഇങ്ങനെ ഒരു വലിയ ചിത്രത്തിലേക്ക് അവസാനിച്ച് നിൽക്കുകയാണ്. ആ ഒരു ബന്ധം വലിയ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ എനിക്കും സാധിച്ചു. കാലം പറഞ്ഞ കഥ ഞങ്ങൾ സിറ്റി ട്രാഫിക് എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ കഥ ആരംഭിച്ചത്. അതുകൊണ്ടാണ് ആ പേരിന്റെ കൂടെ ഇപ്പോഴും സിറ്റി ട്രാഫിക് കിടക്കുന്നത്. സിറ്റി ട്രാഫിക് എന്ന പേര് ഇട്ടതിന് ശേഷമാണ് ഈ കാലം പറഞ്ഞ കഥ എന്ന നാമത്തിലേക്ക് മാറിയത്. ഇത് കേരളത്തിൽ നടന്നിട്ടുള്ള അനവധി ഈ പറഞ്ഞ കൊലപാതകങ്ങളും മയക്കുമരുന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ പേരിൽ നടന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം കൂടെ കോർത്തിണക്കിയുള്ള ഒരു സിനിമയാണ്. ഈ സിനിമ കാണുമ്പോൾ നമുക്ക് പല സംഭവങ്ങളുമായി അത് ഓർമ്മ വരും. ഇപ്പോ വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലയാണെങ്കിലും അതല്ലെങ്കിൽ മറ്റൊരു സംഭവമായിട്ടും നമ്മുടെ ചുറ്റുപാടും നടന്ന പല കഥകളും കഥാപാത്രങ്ങളും ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷെ ഇത് തികച്ചും നമ്മള് ഈ യഥാർത്ഥ കഥാപാത്രങ്ങൾ യഥാർത്ഥ സംഭവത്തിന് മാത്രം കേന്ദ്രീകരിച്ച് ഒരുക്കിയ കഥയല്ല. അപ്പൊ അങ്ങനൊരു വിവാദം ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ പബ്ലിസിറ്റി എല്ലാം പട്ടാപ്പകൽ നടത്തിയ 6 കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഈ അങ്ങനെയുള്ള പബ്ലിസിറ്റി കാരണം ഇപ്പൊ പലരും അത് ഞങ്ങളുടെ കഥയല്ലേ എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഒരു 2 ദിവസം മുമ്പ് ഒരു അഡ്വക്കേറ്റ് ഞങ്ങളെ വിളിച്ചു. അവരുടെ വീട്ടുകാർ നമ്മളെ സമീപിച്ചു. ഫിലിം ചേംബറിൽ ഇന്നലെ പരാതി വന്നിട്ടുണ്ട്. അപ്പം പക്ഷെ നമുക്കതിന് പറയാനുള്ള ഉത്തരവുണ്ടായിരുന്നു. അവരതിൽ കൺവിൻസും ആണ്. കാരണം ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ആ ഒരു ഒറ്റ സംഭവത്തെ ആസ്പദമാക്കിയല്ല ആ സിനിമ ഒരുക്കിയത്. ഇത് നമ്മൾ സമൂഹത്തിന് കൊടുക്കാവുന്ന ഒരു സന്ദേശം, അതല്ലെങ്കിൽ നമ്മുടെ വീടുകളിലോ നമ്മുടെ അയൽപ്പക്കത്തോ ഏതൊരു സാഹചര്യത്തിലും സംഭവിക്കാവുന്ന ഒരു കഥ എന്നുള്ള രീതിയിലാണ് നമ്മളത് ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ഈ സിനിമയിലെ നമ്മൾ പ്രധാന കഥാപാത്രം ചെയ്യുന്ന അജാസ് നമുക്ക് എല്ലാവർക്കും അറിയാം. കുട്ടിപ്പുലിമുരുകനിലൂടെ നമ്മളെല്ലാവരെയും അതിശയിപ്പിച്ചു വന്ന ഒരു കുട്ടിപ്പുലിമുരുകൻ. ആ അജാസ് ആണ് ഇന്ന് നായകനായിട്ട് ഈ സിനിമയുടെ പ്രധാന കഥാപാത്രമായിട്ട് നമ്മുടെ കൂടെ ഉള്ളത്. അതേപോലെ സാന്ദ്രയാണ് അജാസിന്റെ പേരായിട്ടുള്ളത്. സാന്ദ്രയും കുട്ടിക്കാലം മുതൽ റിയാലിറ്റി ഷോസിലും സീരിയൽസിലും ഒക്കെ വന്ന് പിന്നീട് വളർന്ന് ഡോക്ടറായി നിൽക്കുന്ന സമയത്താണ് ഈ സിനിമയിലേക്ക്. സാന്ദ്രയുടെയും ആദ്യത്തെ സിനിമയാണ്. പിന്നെ സുരേഷ് ചേട്ടനെ എല്ലാവർക്കും അറിയാം. സുരേഷ് ചേട്ടൻ അതിലൊരു പാട്ട് പാടിയിട്ടുണ്ട്, ദോശക്കല്ല് ചാക്കോ.
എന്ന് പറഞ്ഞൊരു കഥാപാത്രം. സുരേഷ് ചേട്ടനൊപ്പം തന്നെ നമ്മുടെ പ്രൊഡ്യൂസറിന്റെ വൈഫ് രത്നമ്മ ബ്രഹ്മമൂർത്തം അഭിനയിച്ചിട്ടുണ്ട്. കൊല്ലം തുളസി ചേട്ടനുണ്ട്, ശിവജി ഗുരുവായൂർ, ജയൻ ചേർത്തല, നിഷ സാരംഗ്, ലക്ഷ്മി പ്രസാദ്, സാറിന്റെ മോള് അഭിനയിച്ചിട്ടുണ്ട്. കുടശനാട് കനകം, കോബ്ര രാജേഷ്, ലക്ഷ്മി അനില്, അങ്ങനെ. പിന്നെ ഞങ്ങൾക്ക് മുരുകൻ, ആറുമുഖൻ ആലപ്പുഴ. ഈ സിനിമയിൽ 6ഓളം പാട്ടുകളുണ്ട്. അപ്പം ഞങ്ങൾ ശരിക്കും 3 പാട്ട് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് ഒന്ന് വയലാർ ശരചന്ദ്രവർമ്മ എഴുതി, 2 ശ്രീകുമാർ ഇടപ്പോൺ എഴുതി. വയലാർ ശരചന്ദ്രവർമ്മ 2 പാട്ട് എഴുതി, ശ്രീകുമാർ ഇടപ്പോൺ ഒരു പാട്ട് എഴുതിയ. പിന്നീട് ഇതിന്റെ സിറ്റുവേഷൻസ് വെച്ചിട്ട് നമുക്ക് വീണ്ടും പാട്ടുകൾ, അതിന്റെ ഒരു ടൈറ്റിൽ സോങ് നമ്മുടെ ഈ സമൂഹത്തിൽ നടന്നുള്ള സംഭവങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് ഒരു ടൈറ്റിൽ സോങ്, അത് SP വെങ്കടേഷിന്റെ മകൻ SP ഗോപാൽ വെങ്കടേഷ് മ്യൂസിക് ചെയ്തു, മുരുകൻ കാട്ടാക്കട എഴുതി. അതിനുശേഷം സ്വാമി അച്യുതിരുന്നാൾ ഇതിന്റെ ഒരു എൻഡ് സോങ്ങും, പിന്നെ ഇതിനിടയിൽ ഒരു സിറ്റുവേഷൻ സോങ്, അങ്ങനെ 6 സോങ്ങിന് അതിൽ വരുന്നുണ്ട്. 2 സംഘടനമുണ്ട്. അങ്ങനെ ഉള്ളൊരു സിനിമയാണ്. തിയേറ്ററിലെ വരുന്ന ഏതൊരാൾക്കും ആ ഒരു സിനിമയെ ഇഷ്ടപ്പെടാൻ സാധിക്കും. ഒരു നല്ല കഥ എന്ന് പറഞ്ഞിട്ട് വലിയ താരമേമ്പടിയില്ലെങ്കിലും ഒരു നല്ല കഥയും പശ്ചാത്തലമായിട്ട് എടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിനും കൂടെ നിന്ന നാടകശാലയ്ക്ക് ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്.